കനത്ത വേനലാണ് വരുന്നത്. സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ കനത്ത ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അൾട്രാ വയലറ്റ് രശ്മി വികിരണങ്ങളുടെ തോത് വളരെ ഉയർന്നിരിക്കുന്നു. 8 പലയിടങ്ങളിലും അൾട്രാ വയലറ്റ് രശ്മികളുടെ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഏപ്രിൽ മാസത്തിലാണ് വേനൽ കടുക്കുന്ന ഏപ്രിൽ മാസത്തിലാണ് അൾട്രാ വയലറ്റ് രശ്മികളുടെ തോത് 10, 8, 10 ഒക്കെ ആയി നിൽക്കുന്നത്. ഇത് വളരെ ആശങ്ക ഉയർത്തുന്നതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രേഖപ്പെടുത്തുന്ന UV സൂചികയാണ് ഫെബ്രുവരിയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ആശങ്ക ഉയർത്തുന്നത്. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് കേരളം. അതിനാൽ കേരളത്തിൽ UV നിരക്ക് പൊതുവെ കൂടുതലാണ്. എന്നാൽ ഇത്തവണ ഇത് അപകടകരമായ നിലയിൽ ഉയർന്നിരിക്കുന്നു. ഇത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ UV സൂചിക 8 മുകളിലായിരുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. മുൻ വർഷങ്ങളിലൊന്നും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ UV സൂചിക ഇത്രയും ഉയർന്നിട്ടില്ല. സാധാരണ ഈ കാലയളവിൽ 5 മുതൽ 7 വരെ എന്നിങ്ങനെ മിതമായ പരിധിയിലാണ് UV സൂചിക രേഖപ്പെടുത്തിയിരുന്നത്. മാർച്ച് പകുതിയോടെ ഇത് 10 കടക്കാറുമുണ്ട്. ഇത്തവണ ഫെബ്രുവരി മാസത്തിൽ തന്നെ സൂചിക 8, 9 ആയത് ആശങ്ക ഉയർത്തുന്നതാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കടുത്ത ചൂടും വരൾച്ചയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാർച്ചിൽ വികിരണ നിരക്ക് പരമാവധിയായിരിക്കും. കാരണം മാർച്ചിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരും. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് ദോഷം ചെയ്യും. സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമായേക്കാം. അതിനാൽ ഈ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ തൊപ്പിയോ കുടയോ സൺഗ്ലാസോ ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ധാരാളം വെള്ളം കുടിക്കണം. ചായയും സോഫ്റ്റ് ഡ്രിങ്ക്സും പരമാവധി ഒഴിവാക്കണം. ചായയും കോഫിയും അമിതമായി കുടിക്കുന്നത് നിർജ്ജലീകരണത്തിന് കാരണമായേക്കാം.